അപ്പോൾ ഇത് നമ്മുടെ 12ാമത്തെ നോമ്പിന്റെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തെന്നില്ലാത്ത ക്ഷീണം കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഷാന ആദ്യമേ സൈഡായിട്ടുണ്ട്. മിന്നു ഇതാ വെള്ളം കൊണ്ട് കളിയാണ് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആയിരിക്കാം നമുക്ക് ക്ഷീണം ഇത്തിരി കൂടിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ലിക്വിഡാണ് ഉപയോഗിക്കുക. അപ്പോൾ ലിക്വിഡ് കൊടുക്കുന്ന സമയം പിന്നെ വേഗം അലക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നേക്ക് എന്തായാലും ചിക്കൻ കറി ഉള്ളത് കൊണ്ട് ഇതാ മാവ് വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദോശയും കറിയും കൂട്ടാലോ വിചാരിച്ചു. പിന്നെ ഷാന കുറേയായി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ അവക്കാടോയുടെ ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ ഇതാ മിന്നുവിന് ഈപ്പിയും കാര്യങ്ങളാണ് ഇപ്പം ഇടയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാറ്. നോമ്പ് വന്നതിന് ശേഷമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. പിന്നെ ഇതാ ഇതുപോലൊരു ചോക്കോ ബ്രൗണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഷാനയ്ക്ക് നോമ്പുറക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണം. ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കാറുള്ളതല്ലേ ഇടയിലൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതാ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കുറേ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഇല്ലാത്തതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ വലിയ ഉപകാരമായി. അപ്പോഴേക്കും വേഗത വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. വന്നപാടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലിക്വിഡ് കഴിഞ്ഞ കാരണം അങ്ങനെ പെൻഡിങ് ആയതാണ് കേട്ടോ. പിന്നെ നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ ആകെ വെള്ളം മാറ്റേണ്ട അവസ്ഥ ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതാ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു കാര്യം ഇങ്ങനെയാണ് കേട്ടോ. മരങ്ങളൊന്നും ഇല്ലാതെ അപ്പുറത്തെ തൊടിയിൽ നിന്നുള്ള ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിന് വീണിട്ടാട്ടോ. ഇത്രയും ഒരു 4-5 ദിവസം ഇല്ലാതിരിക്കുമ്പോഴേക്കും നമ്മളെ മുറ്റാകെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു ഇലകൾ കേട്ടോ. പിന്നെ അതാ നിറയെ നമ്മളെ മുല്ല മൂട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു 6-7 പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ വലിയ ഉണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. പിന്നെ അതാ പതിയെ ഞാൻ അടിച്ചു വരാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇങ്ങനെ നിറഞ്ഞ് ഇലയും ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ വീടിൻ്റെ ഉമ്മറത്തായി കാരണം ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അടിച്ചു വാരി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പ്ലാന്റിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. 4-5 ദിവസം വെള്ളം കിട്ടായിട്ടൊരു വാടൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഷാന ഇവിടെ സൈഡായിട്ടുണ്ട് കേട്ടോ. മിന്നു ആണെങ്കിൽ ഷാനനെ കിടത്താനും സമ്മതിക്കണില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് റൂമിലൊക്കെ പോയി കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. മിന്നു ഇങ്ങനെ ഇടയിൽ പോയി മുടിയൊക്കെ വലിച്ച് ആകെ അവളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.